നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയി നോക്കാം. കൊച്ചിയിൽ എന്താണ് സാഹചര്യം എന്ന് അറിയണം. കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ലേബി. വാശിയേറിയ പോരാട്ടം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, കൊച്ചിയിലുമുണ്ട്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെൻസ് കൂടിയാണ് അല്ലേ? എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം, അതായത് വോട്ടെണ്ണി തുടങ്ങാനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമായില്ലേ? ശ്രുതി പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം മധ്യകേരളത്തിൽ ഏറ്റവും പ്രതീക്ഷ അല്ലെങ്കിൽ ഏറ്റവും അവരുടെ ഒരു വിജയ പോരാട്ടം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനാണ്. കൊച്ചി കോർപ്പറേഷനിൽ ഇരു മുന്നണികളും ബലാബലം എന്ന് തന്നെ പറയാൻ സാധിക്കും. വലിയ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. ഏതായാലും ആ പ്രതീക്ഷയുടെ ആവേശം തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു. കലാശക്കൊട്ടിലും നമ്മൾ കണ്ടതാണ്, വോട്ടെടുപ്പിൽ കണ്ടതാണ്. ഏതായാലും ആ ആവേശം പെട്ടി തുറക്കുമ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരു മുന്നണികളും വച്ചു പുലർത്തുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം കൈവിട്ടു പോയിരുന്നത്, അല്ലെങ്കിൽ ദീർഘകാലത്തിന് ശേഷം ഏതാണ്ട് 3 പതിറ്റാണ്ടോളം എത്തിയതിനു ശേഷമാണ് ഈ കോർപ്പറേഷൻ UDF പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ UDF അത് തുടർച്ചയായി 2 തവണ കയ്യിൽ വച്ചു. ആ സമയം കൊണ്ട് ഇതൊരു ബലാബല കോർപ്പറേഷനായി മാറുകയും ചെയ്തു. കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയപ്പോഴും LDF-ന് വിമതരുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ ഭരണം ഉറപ്പിക്കാനായത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാകുമല്ലോ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതായിരുന്നു ഇവിടുത്തെ ഓരോ ഘട്ടത്തിലെയും മത്സരം, ഓരോ ഘട്ടത്തിലെയും ആവേശവും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ UDF തുടക്കത്തിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു. അവർ വലിയ പ്രതീക്ഷ വച്ചു പുലർത്താനുണ്ടായ ഒരു കാര്യവും 20,000-ലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടു. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസമൊക്കെ UDF ക്യാമ്പിലുണ്ടായിരുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് നിയന്ത്രിക്കുന്ന കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പോരാട്ടവുമായിരുന്നു. എന്നാൽ വിമതർ അവസാനം വലിയ തലവേദന തീർത്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 10 ഇടങ്ങളിലോളം വിമതർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിൽ 2-3 ഇടങ്ങളിൽ വലിയ ആശയക്കുഴപ്പവും ആശങ്കയുമൊക്കെ UDF-ൽ നിലനിൽക്കുന്നുമുണ്ട്. ഏതായാലും LDF-ന്റെ കാര്യമാണെങ്കിൽ LDF-ലും മന്ത്രി P രാജീവും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനും നേരിട്ട് നിയന്ത്രിക്കുന്ന മത്സരം. അവരെ സംബന്ധിച്ചിടത്തോളവും അത് വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന മത്സരമല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ്, ആ ആവേശത്തോടു കൂടി തന്നെയായിരുന്നു എല്ലാ ഘട്ടത്തിലും LDF ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത്. ആ ഒരു ആവേശം പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും കാണാനുണ്ടായിരുന്നു, എല്ലാ ഡിവിഷനുകളിലും. അതുപോലെ തന്നെയാണ് NDAയെ സംബന്ധിച്ചിടത്തോളം. NDAയ്ക്ക് ഇവിടെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി നേരിട്ട് നിയന്ത്രിച്ച സ്ഥലം, അങ്ങനെ വലിയൊരു സ്റ്റാർ മത്സരം നടക്കുന്ന സ്ഥലം എന്ന് തന്നെ കൊച്ചി കോർപ്പറേഷനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഏതായാലും ആ ആവേശം അവസാനം വരെ വന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ തവണ 5 സീറ്റ് ഇവിടുന്ന് ഉണ്ടായിരുന്ന കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളിലും ആവേശമുണ്ട്. LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. ഏതായാലും പെട്ടി തുറക്കുമ്പോൾ കാണാം ആർക്കൊപ്പമാണ് ജനവികാരമെന്ന്. തീർച്ചയായും ലേബി സജീന്ദ്രനാണ് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഒരിക്കൽ കൂടി നമ്മൾ തലസ്ഥാനത്തേക്ക് പോവുകയാണ്. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, നമുക്കറിയാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എല്ലാ മുന്നണികളും ഒരേപോലെ കണ്ടത്. അതുകൊണ്ട് തന്നെ പ്രമുഖരെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ തന്നെയും കളത്തിലേക്ക് ഇറക്കി ഈ തദ്ദേശം പിടിക്കാനുള്ള പോരാട്ടമായിരുന്നു നടന്നതും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് 3 മുന്നണികളും ഒരേപോലെ കട്ടയ്ക്ക് നിന്ന് മത്സരിച്ച ഇടമാണ്. BJP-യുടെ ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് പ്രത്യേകമായി വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തുവാൻ വേണ്ടി വലിയ രീതിയിൽ ഉള്ള പരിശ്രമം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? പരിശ്രമത്തിന് ശേഷം, ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ BJP-യുടെ ഒരു വിലയിരുത്തൽ അതെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി, കീർത്തന. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോളിംഗ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ ഒരു ചെറിയ കണക്കെടുപ്പ് BJP-ക്കുള്ളിൽ ആഭ്യന്തരമായിട്ട് തന്നെ നടന്നിരുന്നു. ആ കണക്കെടുപ്പ് പ്രകാരം 49 മുതൽ 60 സീറ്റുകൾ വരെ എന്നുള്ളതായിരുന്നു BJP-യുടെ ഒരു കണക്കായിട്ട് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഒരു അന്തിമ കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് തങ്ങൾക്ക് ലഭിക്കും എന്നിപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ NDA പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 42 സീറ്റുകളാണ് എന്നുള്ളതാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തുള്ള സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് കിട്ടും എന്നുള്ളതാണ് BJP ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 42 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് കിട്ടും. പരമാവധി അത് 51 വരെ പോകും എന്നുള്ളതാണ് BJP ഉറപ്പിച്ചു പറയുന്നത്. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ വിജയിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം, ഒപ്പം തന്നെ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മേയർക്കെതിരെ നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BJP-യുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ എടുത്ത് അവർ കണക്കുകൾ
സീറ്റുകളായി പറയുന്നത് കഴിഞ്ഞ തവണ 35 സീറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നേടിയ 35 സീറ്റുകളിൽ ഇത്തവണ ഒരു 5 എണ്ണം അതിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഒരു 14ഓളം സീറ്റുകൾ നേടാനുള്ള സാധ്യത കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിജയ സാധ്യത എന്നുള്ള രീതിയിലേക്ക് BJP പറയുന്നത്. നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് വരാനുള്ള എല്ലാ ഒരുക്കങ്ങളുടെയും ഭാഗമായിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇടപെട്ടത് എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള കോർപ്പറേഷനുകളിലും ബാക്കിയുള്ള ജില്ലകളിലുമൊക്കെ തന്നെ അതാത് ജില്ലകളുടെ ചുമതലയുള്ള നേതാക്കളായിരുന്നു ഇതിന്റെ ചുമതല വഹിച്ചിരുന്നെങ്കിൽ തലസ്ഥാനത്ത് അത് BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നിർത്തി ഇതാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം BJP ഉയർത്തി കാണിക്കാത്തത്. മറിച്ച് ഒന്നിലധികം ആളുകളുടെ പേരുകളാണ് തലസ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് മുൻ DGP ആയിട്ടുള്ള R. ശ്രീലേഖയുടേതാണ്. ശ്രീലേഖ മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. ശാസ്തമംഗലം വാർഡിൽ നിന്ന് ശ്രീലേഖ മത്സരിക്കുന്നു. അവിടെ ശക്തമായ മത്സരം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ത്രികോണ മത്സരം തന്നെ ഉണ്ട് എന്നുള്ളതാണ് BJPക്കുള്ളിലെ വിലയിരുത്തൽ. രണ്ടാമത്തെ ആൾ BJPയുടെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള VV രാജേഷാണ്. BJP മുൻ ജില്ലാ അധ്യക്ഷനും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആക്കിയായിട്ടുള്ള VV രാജേഷ് ഇത്തവണ വാർഡ് മാറിയാണ് മത്സരിക്കുന്നത്. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 2 ദിവസങ്ങളായി മറ്റൊരു പേര് കൂടിയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ശാസ്തമംഗലം മധുസൂദനൻ നായർ എന്ന ഒരു പേര് കൂടി പറഞ്ഞു കേൾക്കുന്നു. കാരണം നിരന്തരമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ഇത്തവണ ശാസ്തമംഗലം മധുസൂദനൻ നായർ മത്സരിക്കുന്നത് കവടിയാർ വാർഡിലാണ്. അതായത് കോൺഗ്രസ് അവരുടെ പ്രൈം സീറ്റായി കാണുന്ന ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ വാർഡിൽ നിന്നാണ് മധുസൂദനൻ നായർ മത്സരിക്കുന്നത്. അവിടെ ശബരിയെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് എന്തായാലും ഫലം വരുമ്പോൾ മാത്രമാണ് അക്കാര്യത്തിൽ ഈ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലയിൽ അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ ചില വാർഡുകൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി കൂടി BJPക്കുണ്ട്. അത് കഴിഞ്ഞ തവണ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തിരുമല അനിൽ, പഴയ കൗൺസിലർ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ആത്മഹത്യ ചെയ്ത ആനന്ദ് K. തമ്പി ഉണ്ടായിരുന്ന തൃക്കണ്ണാപുരം വാർഡ്, അങ്ങനെ തിരുമല തൃക്കണ്ണാപുരം വാർഡുകൾ അടക്കമുള്ളവ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീതി കൂടി BJPക്ക് ഇത്തവണയുണ്ട്.